ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സ്പൈസിയും അതുപോലെ തന്നെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആന്ധ്ര ചില്ലി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾ മുന്നേ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആന്ധ്ര സ്റ്റൈൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഈ വലുപ്പത്തിലുള്ള വെളുത്തുള്ളി കേട്ടോ, ഒരു കുടം വെളുത്തുള്ളി, അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചെറുതായി ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 10 പച്ചമുളക് ചതച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് എരിവിന് വേണ്ടി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 കൂടുതൽ എടുക്കാം. അതല്ല കുറവ് മതിയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 2-3 മുളക് കുറവെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പച്ചമുളക് ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ളതാണ്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സവോളയൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുമേ. ഇപ്പം നമ്മളുടെ സവോള ഒരു റെഡിഷ് കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതിയാവും. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരയ്ക്കും 1-2 മിനിറ്റ് നേരം ഒന്ന് നന്നായി വഴറ്റിക്കൊടുക്കാം. ഇങ്ങനെ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ വഴറ്റിച്ചേർക്കാം. മല്ലിയിലയും കൂടി നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 900 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ചിക്കനും മസാലയും മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഒരു പകുതി പീസ് ചെറുനാരങ്ങയുടെ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നീര് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഈ ഒരു പകുതി പീസ് മതിയാവും. അപ്പോൾ നമ്മൾ ആ ലൈം ജ്യൂസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേ അടിക്ക് പിടിക്കുന്നുണ്ടോയെന്ന്. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഏകദേശം 15-20 മിനിറ്റ്സോളം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് ഇപ്പോൾ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നോക്കൂ, ഇപ്പോൾ ഇതാ കണ്ട ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. വീണ്ടും നമ്മളിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ്സും കൂടി വേവിച്ചെടുക്കുകയാണേ. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല ഡ്രൈ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കാവുന്ന ആന്ധ്ര ചില്ലി ചിക്കൻ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഈസി റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഞാനിതൊന്ന് ബൗളിലേക്ക്, ഒരു സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഒരു അല്പം പച്ചമുളകും അതുപോലെ വേപ്പിലയൊക്കെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും